അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മടവൂർ കാഫിലയുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട് പാട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. CM വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് കാണാനൊക്കെ ഭാഗ്യം കിട്ടിയ അബ്ദുള്ള എന്നല്ല പേര്, അബ്ദുൽ അസീസ് ഇക്കാലത്താണുള്ളത്. ഇവര് അബ്ദുൽ അസീസ് സേട്ടു എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. മടവൂർ ഷെയ്ഖുനാന ഹയാത്ത് കാലത്ത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയി കാണാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതായത് അന്ന് മൂപ്പൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഷെയ്ഖുന താമസിച്ചെടുത്ത് ഒരു ദിവസം കാണാൻ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ പുറത്തും കേരളത്തിൻ്റെ അകത്തും പല ജില്ലയിൽ നിന്നായി വന്നിരുന്നത്. അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഷെയ്ഖുനാനെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് അങ്ങനെ തമിഴ്നാടാണ് മടവൂർ കാഫില ഉള്ളത്. തമിഴ്നാട് പാട്ടവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോട് തന്നെ ബഹുമാനപ്പെട്ടവരോടായിട്ടുള്ള അനുഭവം ചോദിക്കാം. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. എന്താ വിശേഷം? നല്ല വിശേഷം. അൽഹംദുലില്ലാഹ്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മളെ CM വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞ് ഷെയ്ഖുനാൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് വലിയ പരിഗണനയൊക്കെ തന്ന് സാധുവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മടവൂർ ഷെയ്ഖുനാന ഹയാത്ത് കാലത്ത് ഈ പാട്ടവയൽ അല്ലെങ്കിൽ തമിഴ്നാട് വയനാട് ഭാഗമാണല്ലോ, ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ, ഇവിടുന്ന് ഷെയ്ഖുനാനെ കാണാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കോഴിക്കോട് മടവൂരുള്ള ഒരു മഹാനവറുകളെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഇവിടെ ഒരു ജീപ്പ് ഓട്ടിക്കൊണ്ടിരുന്ന ഒരു ഡ്രൈവർ പറഞ്ഞു. എന്താ? ജീപ്പ് ഓട്ടിക്കൊണ്ടിരുന്ന ഒരു ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ പരാജയത്തിലായിരുന്നു, കച്ചവടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം വരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് ആലിമൂപ്പൻ്റെ വീട്ടിലായിരുന്നു ഷെയ്ഖുനുണ്ടായിരുന്നു. ആലിമൂപ്പൻ്റെ വീട് കോഴിക്കോട് ഷെയ്ഖിൻ്റെ പള്ളിൻ്റെ അടുത്ത്. അവിടെ പോയി ഞാൻ ചെന്നു, സംഗതികൾ പറഞ്ഞു. കച്ചവടമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറയുകയല്ല, ഷെയ്ഖിനെ കണ്ടൊന്നും പറയില്ല, ചോദിക്കണേന് പറയുന്നല്ലേ ഉള്ളൂ. കച്ചവടമല്ല പറഞ്ഞു, കച്ചവടം നടക്കുന്നു പറഞ്ഞു. സുഖമില്ല എന്നത്, സുഖം മാറ്റിയിരിക്കുന്നു പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങളാണ്. അപ്പോൾ ഇത് പറഞ്ഞ് അത് കഴിഞ്ഞ ശേഷം അവിടെ തന്നെ വീണ്ടും നിന്നോ? ഇല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു വിടുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചു പോന്നു. പിന്നെ കാര്യമൊക്കെ റാഹത്തായോ? അൽഹംദുലില്ലാഹ്. ഒരുപാട് റാഹത്താണ്. പക്ഷെ ആ വഴിക്ക് പോകണ്ടേ ഒരു ഇൽമില്ലാത്ത കുറവും എല്ലാം ഉണ്ട്. അപ്പം ചോദിക്കട്ടെ, ഒരു തവണയെ പോയുള്ളൂ ഷെയ്ഖുനാനെ കാണാൻ? ഇല്ല, 4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. പോയപ്പോഴൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ? പോയപ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ തന്നെ. പിന്നെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു. ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. അപ്പോൾ അതും ഇതേമാതിരി തന്നെ സുഖമില്ലാന്ന് പറഞ്ഞു, സുഖം മാറ്റിയിരിക്കുന്നു പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് ഇതേമാതിരി. അപ്പോൾ പിന്നെയും പോയി ഞാൻ. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ല ഭാര്യനെ. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യനെ? ഇല്ല, ആദ്യത്തെ ഭാര്യ. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യനെ ഷെയ്ഖുനാന്റെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, മടവൂര്. ഹയാത്തുള്ളപ്പോൾ ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. വഫാത്തിന് ശേഷം രണ്ടാമത് കല്യാണം. ആദ്യത്തിന് കിട്ടിയില്ല. പിന്നെ ഏർവാടി കൂട്ടിയിട്ട് പോയി ഒരു 10-15 കൊല്ലം സുഖമില്ലാതിരുന്നില്ല. അതൊക്കെ CM വലിയുള്ളാഹി അടുത്ത് പോയ സമയത്തൊക്കെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു? ഒരു തവണ പോയപ്പോൾ നമ്മൾ പോയപ്പോൾ എന്താ പറഞ്ഞാൽ ഷെയ്ഖുനിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞപ്പോൾ അതൊക്കെ മാറും, അല്ല ശരിയാവുന്നുണ്ട്. പിന്നീട് ഉണ്ടായത് എന്താ? പിന്നീട് പോയപ്പോഴും ഇതെല്ലാം ആദ്യത്തെ ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ പോയി. അതും ഇതേമാതിരി തന്നെ. പിന്നെ പറ്റ ഇതായിപ്പോയി. അപ്പോൾ പറ്റ സുഖമില്ലാതായപ്പോൾ പിന്നെ ഒരു ഉസ്താദ് വന്ന് പറഞ്ഞു ഏർവാടി പോയാൽ സുഖമാവെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏർവാടി കൂട്ടിയിട്ട് പോയി. ഏർവാടിയിൽ 24 ദിവസം അവിടെ നിന്നു. 24ാം ദിവസം അവിടുന്ന് അവർ മരിച്ചു. അവിടുന്ന് പിന്നെ അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് പാട്ടയിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് മഴ. അതിന് ശേഷം അങ്ങനെ പോകുന്നുണ്ട് ഇന്ന്. അല്ല അത് ഓക്കെ. അതിന് ശേഷം ഷെയ്ഖുനാനെ കണ്ടിരുന്നോ? വഫാത്തിന് ശേഷം ഭാര്യ മരിച്ചതിന് ശേഷം കണ്ടിരുന്നോ? ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കുള്ള ഓർമ്മയില്ല. പോയിട്ടില്ലേ വേറെ അനുഭവങ്ങൾ? വേറെ അനുഭവങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ഉസ്താദെ. വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് ഇത് പോരാ. പക്ഷെ ഞാൻ വല്ലാതെ വേദനപ്പെടുമ്പോൾ ആ വേദനകൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്. മനസ്സ് വന്ന് ഇങ്ങനെ ഇതാകുമ്പോൾ ഷെയ്ഖുനാനെ വിളിക്കുമ്പോൾ, മഹാന്മാരെ വിളിക്കുമ്പോൾ, ബദരീങ്ങളെയും ഷെയ്ഖ് അജ്മീർ ഖാജാനൊക്കെ വിളിക്കും, കുറച്ച് സമാധാനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ശരീരസുഖം പോരാ, പ്രായം 80 കഴിഞ്ഞില്ലേ, അങ്ങനെ പോകുന്നുണ്ട്. അതാണ്
മഹാന്മാരായിട്ട് ഇങ്ങനെ പോയാലും വരലും. ഇതാണ് നമുക്കുള്ള അനുഭവം, ചെറിയൊരു അനുഭവം ഉള്ളു അല്ലേ. അപ്പോൾ 4-5 പ്രാവശ്യം പോയെങ്കിലും പക്ഷെ നമുക്കുണ്ടായ അനുഭവം ഇതാണ്, ഷെയ്ഖുനടുത്ത് പോയി. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ പോയി നിന്ന് ക്യൂ നിന്നപ്പോഴോ അല്ലെങ്കിൽ ക്യൂ നിന്ന് ഷെയ്ഖുനെ കണ്ട സമയത്ത് ഷെയ്ഖുന ഈ മാറ്റി എന്ന് പറഞ്ഞ് വിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വെച്ചപ്പോൾ ആ കാര്യം മാറിയതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാ, അതേ ഉള്ളൂ. അതെ, കച്ചവടങ്ങളൊക്കെ അങ്ങനെ കുറഞ്ഞ നിലയിൽ ഇപ്പോൾ ചെറിയൊരു കടയിലൂടെ പെണ്ണുങ്ങൾ അങ്ങനെ കച്ചവടം ആകുമെന്ന് ഷെയ്ഖുന അന്ന് പറഞ്ഞതായിരുന്നു. അതെ, ഇപ്പോൾ കാലാവസ്ഥകളും ഖുറാനി എല്ലാം വന്നപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഷെയ്ഖുനാനെ കണ്ട ആളാണ്. അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഷെയ്ഖുനടുത്ത് പോകാൻ അവിടുത്തെ ഒരു വാക്കുകൊണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായി. അങ്ങനെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകളെയാണല്ലോ കാഫില പരിചയപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു അനുഭവം കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം.